അങ്ങനെ നമ്മുടെ പാക്കിംഗ് എല്ലാം കഴിഞ്ഞ് അങ്ങനെ ഞങ്ങൾ റെഡി ആയി കേട്ടോ. അങ്ങനെ നമ്മൾ എയർപോർട്ടിലോട്ട് പോവാണ്. നമുക്ക് ലഗേജ് ഇട്ടിട്ട് തിരിച്ചു വരാം. അങ്ങനെ ഞങ്ങളുടെ ലഗേജ് ഒക്കെ ഇട്ടിട്ടു. ആദ്യമായിട്ട് ഞങ്ങൾ ഇത്ര ഹാപ്പി ആയിട്ടിരിക്കുന്നത് കാരണം കുറച്ച് ബീഫ് ഉണ്ടായിരുന്നേ. അങ്ങനെ ബീഫും വേണ്ട കുബൂസും കഴിക്കുക. അബ്ദുള്ള, നമ്മൾ എവിടെ പോവാ? ഹായ് ഹലോ, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു കരുതുന്നു. അൽഹംദുലില്ലാ ഞങ്ങൾക്ക് ഇവിടെ സുഖമാണ് കേട്ടോ. അപ്പം പുതിയൊരു വീഡിയോ എന്താണെന്ന് ഞാൻ പറയാൻ എൻ്റെ ബാക്കിലുള്ള ഇതൊക്കെ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ. അങ്ങനെ നീണ്ട 6 മാസത്തെ വെക്കേഷന് ശേഷം ഞങ്ങൾ വേണ്ട നാട്ടിൽ പോവാണ് കേട്ടോ. ആദ്യം ഞങ്ങൾ അടുത്ത വർഷം പോവാന്ന് കരുതിയിരുന്നേ. അപ്പം പെട്ടെന്ന് മൈൻഡ് ചേഞ്ച് ആക്കി. അപ്പോൾ ഇത്തവണ എന്തായാലും പോകാമെന്ന് കരുതി അങ്ങനെ ഞങ്ങൾ നാട്ടിൽ പോവാണ്. പിന്നെ അതേണ്ട സാധനങ്ങളെല്ലാം ഇപ്പോഴും കുറച്ച് സാധനങ്ങൾ പോയി വാങ്ങി വന്നതേ ഉള്ളൂ. അപ്പം പാക്കിംഗ് ഒന്നും ഇതുവരെയും കഴിഞ്ഞിട്ടില്ല. അപ്പം ബുധനാഴ്ച വൈകിട്ട് ഇവിടുന്ന് 9 മണിക്കാണ് ഞങ്ങളുടെ ഫ്ലൈറ്റ്. വ്യാഴാഴ്ച ഇൻഷാ അല്ലാഹ് നാട്ടിലെത്തുന്നതാണ് ട്രിവാൻഡ്രം എയർപോർട്ടിൽ. അപ്പം നമ്മൾ ഇത്തവണയും നമുക്ക് ഗൾഫ് എയർ മതി എന്ന് പറഞ്ഞു കേട്ടോ. അങ്ങനെ ഗൾഫ് എയർ ആണ്. അപ്പം ഗൾഫ് എയർ ആകുമ്പോൾ നമുക്ക് നേരത്തെ ലഗേജ് ഇടാമല്ലോ. അപ്പം നാളെ ചൊവ്വാഴ്ച പിന്നെ ലഗേജ് നൈറ്റ് കൊണ്ടിടും. അപ്പം ബുധനാഴ്ച പിന്നെ കൈവീച്ച് പോയാൽ മതിയല്ലോ. അപ്പോൾ തന്നെ പാക്കിംഗ് ഒക്കെ തുടങ്ങുവാണ്. പിന്നെ തുണികൾ സാധനങ്ങളും തന്നെ മുട്ടായികളും എപ്പോഴും വാങ്ങുന്ന കണക്കാണ്. അപ്പം നമുക്ക് പാക്ക് ചെയ്യാം. എന്തെങ്കിലുമൊക്കെ വിശേഷം വരുമ്പോഴല്ലേ നമുക്ക് വലിയ വീഡിയോ ഇടാൻ പറ്റത്തുള്ളൂ. ഇവിടെ നിങ്ങൾക്ക് അറിയാമല്ലോ വലിയ വലിയ വിശേഷങ്ങളും കാര്യങ്ങളും ഒന്നും ഇല്ലെന്നാണ്. ഇനിയിപ്പോൾ നാട്ടിൽ പോകുമ്പം ഒരുപാട് വിശേഷങ്ങളുണ്ട്. വീട്ടിൽ അപ്പാടെയും ഉമ്മാടെയൊക്കെ വിശേഷങ്ങളൊക്കെ ഒരുപാടുണ്ട്. അപ്പം നമുക്ക് പാക്ക് ചെയ്യാം. പിന്നെ വേറൊരു സർപ്രൈസ് കൂടി ഉണ്ട് കേട്ടോ. സർപ്രൈസ് എന്താണെന്ന് ഞാൻ ഇപ്പം പറയത്തില്ല. അത് ഞാൻ വരുന്ന വീഡിയോയിൽ ഇൻഷാ അല്ലാഹ് വരുന്ന വീഡിയോയിൽ ഞാൻ നാട്ടിൽ ചെന്നിട്ടുള്ളൊരു വീഡിയോയിൽ പറയാം കേട്ടോ. അപ്പം ഒരുപാട് പേരെന്നോട് ചോദിച്ചൊരു ചോദ്യത്തിൻ്റെ മറുപടി ഉണ്ട്. നാട്ടിൽ ചെന്നിട്ട് ഞാൻ പറയാം. അപ്പം ഞാനിതിപ്പോൾ പാക്ക് ചെയ്യട്ടെ. എപ്പോഴും നാട്ടിൽ പോകുമ്പോൾ ഒരു വലിയ ടാസ്ക്കാണ് ഈ പെട്ടി പാക്ക് ചെയ്യുന്നത് കേട്ടോ. ഇത് പിന്നെ അലമാരിയെല്ലാം കബോർഡുകളെല്ലാം അറേഞ്ച് ചെയ്ത് അതിനകത്ത് നിന്നാണ് ഇപ്പോൾ സാധനങ്ങൾ എടുത്ത് ആദ്യം ഷെഫി തോന്നുന്നു നമുക്ക് അതിന് മാത്രം സാധനങ്ങളില്ലല്ലോ എന്നുണ്ട്. തുണി ഒരു മാസത്തേക്കുള്ളെങ്കിൽ ഒരു ലോഡ് തുണി കൊണ്ടുപോകും. പിന്നെ ആണെങ്കിൽ ക്രീം കാര്യങ്ങൾ ലോഷനുകൾ അതുപോലാണെങ്കിൽ പിന്നെ ഷാമ്പൂ പിന്നെ സോപ്പ് ഇങ്ങനെയുള്ള സാധനങ്ങളെല്ലാം ഉണ്ടല്ലോ. നമ്മൾ കുറച്ചേ കാണത്തുള്ളൂ. ബട്ട് നമ്മളത് പാക്ക് ചെയ്യുമ്പോൾ ഉണ്ടല്ലോ ഇതിൻ്റെ ഇത്ര ഗ്രാം വെച്ചാകുമ്പോൾ അതിങ്ങനെ വെയിറ്റ് കയറി വരും കേട്ടോ. പിന്നെ കുറേ ഡ്രസ്സുകൾ എടുത്ത് എനിക്ക് മാറ്റേണ്ടി വന്നു. പിന്നെ ഷെഫീനോട് ചോദിക്കും എന്താ ലാസ്റ്റ് ആയപ്പോൾ ഇത്രയും തുണികൾ ഇത് എവിടെ നിന്ന് വന്നത്? എനിക്ക് തന്നെ അറിയത്തില്ല കേട്ടോ ഇത്രമാത്രം തുണികൾ എങ്ങനെയാണെന്ന്. ഒരാൾക്ക് 2 സൂട്ട് കേസ് വെച്ച് കൊണ്ടുപോകുമ്പം ഒരാൾക്ക് കൊണ്ടുപോകുന്നതുകൊണ്ടുണ്ടല്ലോ പിന്നെ 20 വെച്ച് എടുക്കാം. എന്നാലും 18-19 ആകുമ്പോഴത്തേനും നമുക്കങ്ങ് സ്റ്റോപ്പ് ചെയ്യണം. ആ 1 kg ആകുമ്പോൾ കേട്ടോ. അങ്ങനെ അബ്ദുള്ളയുടെയും എൻ്റെയും ഒക്കെ അബ്ദുള്ളയുടെ അമ്മാനുൻ്റെ നേരത്തെ പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതിപ്പോൾ എൻ്റെയും ഷെഫിയുടെയൊക്കെയാണ് പാക്ക് ചെയ്യുന്നത്. അങ്ങനെ ഇതെല്ലാം പാക്ക് ചെയ്ത് വെച്ചു. പിന്നെ ഗൾഫ് എയർ ആയതുകൊണ്ട് നമുക്കാണെങ്കിൽ ലഗേജ് പിന്നെ നേരത്തെ കൊണ്ടുവിടാമെന്നുള്ളതിൻ്റെ ഒരു ഇതുണ്ട് കേട്ടോ. കാരണം സാധാരണ നമ്മൾ ആ സമയത്ത് പോകുമ്പോൾ നമുക്ക് ഭയങ്കര ടെൻഷനാണ്. ഒന്നും കഴിഞ്ഞില്ല കേട്ടോ. അതിനിടയ്ക്കാണെങ്കിൽ വിശപ്പ് സഹിക്കാൻ വയ്യ. അങ്ങനെ വേണ്ട കുറച്ച് ബീഫ് ഉണ്ടായിരുന്നേ. അങ്ങനെ ബീഫും വേണ്ട കുബൂസും കഴിക്കുക. അബ്ദുള്ള, നമ്മൾ എവിടെ പോവാ? നാട്ടിൽ പോവാ. നാട്ടിൽ പോ. അത് പറയാൻ കൊറേ ലേറ്റ് ആകും. കുഞ്ഞിന്റെ പല്ലെന്തേ? 2 പല്ല് ഫുഡൊക്കെ ബാക്കിലോട്ടുള്ള പല്ലിട്ട് കളിക്കുന്നത്. എന്നിട്ട് പറയാം ഉമ്മാന്റെ പല്ല് 2 എടുത്ത് കളഞ്ഞത് അല്ലേ? നാട്ടിൽ പോകുന്നതിന്റെ എക്സൈറ്റിലാണ് കുഞ്ഞില്ലേ? നാട്ടിൽ പോകുന്നത് ഇഷ്ടമാണോ? യെസ്. എടേ ഷെഫിയേ, ഞങ്ങളങ്ങനെ ഫുഡ് കഴിക്കുവാണ്. ഫുഡ് കഴിച്ചിട്ട് നമുക്ക് ബാക്കി പാക്ക് ചെയ്യാം കേട്ടോ. അങ്ങനെ കുറച്ചൊക്കെ വേണ്ട പാക്ക് ചെയ്ത് ഇതേ നോക്കി അവിടെ ഇവിടെയൊക്കെ ആയിട്ട് പാക്ക് ചെയ്തൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇപ്പം സമയം എത്രയാണെന്നറിയോ? വേണ്ട 2:30 മണിയായി. നാളെ രാവിലെയും കൂടെ ഡ്യൂട്ടി ഉണ്ട്. അബ്ദുള്ളോ, രാവിലെയും കൂടെ ഡ്യൂട്ടിക്ക് വേണം കേട്ടോ. അപ്പം രാവിലെ കാണാം. നാളെ ബാക്കി രാവിലെ പാക്ക് ചെയ്തിട്ട് പിന്നെ നാളെ രാത്രിയിൽ ലഗേജ് കൊണ്ടുവരണം. അബ്ദുള്ള, ഒരു ബൈ ബൈ പറ. നമുക്ക് ഉറങ്ങാൻ പോവാം. ബൈ ബൈ. ഞങ്ങൾ സ്ലീപ്പ് ചെയ്യാൻ പോവാട്ടോ അല്ലേ? ഫോൺ തരത്തില്ല. ഫുൾ ടൈം ഫോണ്. ഓക്കെ. അപ്പൊ രാവിലെ കാണാട്ടോ. ഇനി ഉറക്കട്ടെ ഇതിന്. ബാ. അങ്ങനെ നമ്മുടെ പാക്കിംഗ് എല്ലാം കഴിഞ്ഞ് അങ്ങനെ വേണ്ട ഇന്ന്
ചൊവ്വാഴ്ചയാണ്. നമ്മളങ്ങനെ നമ്മുടെ ലഗേജ് കൊണ്ട് എയർപോർട്ടിലോട്ട് പോവാണ് കേട്ടോ. പെട്ടിയൊക്കെ പാക്ക് ചെയ്ത് ബാക്കി വീഡിയോസ് ഒന്നും ഞാൻ എടുത്തില്ല കേട്ടോ, കാരണം ഹറിയായിട്ട് എല്ലാം ചെയ്യുന്നതുകൊണ്ട് പിന്നെ ഇടയ്ക്ക് കുറച്ച് പാക്ക് ചെയ്യും, പിന്നെയും ഡ്യൂട്ടിക്ക് പോകും, പിന്നെയും വരും. അപ്പോൾ അതുകൊണ്ട് ഞാൻ ബാക്കി എടുത്തിട്ടില്ല. അപ്പോൾ വേണ്ട എൻ്റെ പെട്ടികളെല്ലാം നിങ്ങളെ കാണിച്ചു തരാമേ. വേണ്ട കണ്ടോ, നമുക്ക് 8 പെട്ടിയുണ്ട്. 4 പേർക്കും 8 പെട്ടിയാണ് കേട്ടോ, 2 വെച്ച്. ഇത് കയ്യിലുള്ളത് പിന്നെ ഇനിയിപ്പോൾ നാളെ നമ്മുടെ കൂടെ കൊണ്ടുപോകാൻ ഹാൻഡ് ബാഗ് നാളത്തേക്ക് വെച്ചിരിക്കുകയാണ് കേട്ടോ. ഇത് ഇത്രയും നമ്മളിപ്പോൾ ഇത്രയും കൊണ്ടുപോവാണ്. അപ്പം ഞാൻ പോയിട്ട് ഡ്രസ്സ് ചേഞ്ച് ചെയ്തിട്ട് വരട്ടെ, നമുക്ക് എയർപോർട്ടിൽ പോകാം. അങ്ങനെ ഞങ്ങൾ റെഡി ആയി കേട്ടോ. അങ്ങനെ നമ്മൾ എയർപോർട്ടിലോട്ട് പോവാണ്. നമുക്ക് ലഗേജ് ഇട്ടിട്ട് തിരിച്ചു വരാം. അൽഹംദുലില്ലാഹ് ലഗേജ് എല്ലാം വെയിറ്റ് ഓക്കെയാണെന്ന് തോന്നുന്നുണ്ട്. കഴിഞ്ഞ തവണ എല്ലാം അഴിപ്പിച്ചിട്ടുണ്ട് കേട്ടോ. കഴിഞ്ഞ തവണ കുറേ അഴിപ്പിച്ചു, അപ്പോൾ ഇത്തവണ അധികം വെയിറ്റ് കുറവാണെന്നാണ് തോന്നുന്നത്. എന്തായാലും പോയിട്ട് വന്നിട്ട് കാണാം, നമുക്ക് പോവാം. അങ്ങനെ ലഗേജ് കൊണ്ടിടാൻ വേണ്ടി പോവാണ് കേട്ടോ. പിന്നെ ഇങ്ങനെ നേരത്തെ കൊണ്ടിടുന്നതുകൊണ്ട് പിന്നെ ഭയങ്കര ആശ്വാസമാണ്. അഥവാകാണ് എന്തെങ്കിലും കൂടുതലാണെങ്കിൽ പിറ്റേ നമുക്ക് ഹാൻഡ് ബാഗിൽ കൊണ്ടുപോകാമല്ലോ. അങ്ങനെ നാട്ടിൽ പോകുമ്പം ഭയങ്കര ഒരു സന്തോഷവും എന്തൊക്കെയോ ഒരു എക്സൈറ്റ്മെൻറ്റും ഒക്കെ ഉണ്ട് കേട്ടോ. സർപ്രൈസ് പിന്നെ എന്താണെന്ന് ഞാൻ പതുക്കെ പറയട്ടോ, വരുന്ന വീഡിയോകളിൽ പറയാം എന്താ സർപ്രൈസ് എന്ന്. പിന്നെ അങ്ങനെ നമ്മൾ എയർപോർട്ടിലെത്തി. അങ്ങനെ നമ്മൾ ലഗേജ് കൊണ്ടിടാൻ വേണ്ടി പോകണം കേട്ടോ. എയർപോർട്ടിൻ്റെ ഉള്ളിലോട്ട് നമുക്ക് അധികം അങ്ങനെ വീഡിയോ എടുക്കാൻ പറ്റില്ല, കാരണം പിന്നെ അലൗഡ് അല്ല കേട്ടോ. കാരണം ഇപ്പോൾ പുതിയ സിസ്റ്റങ്ങൾ റൂൾസും ആ ഒരു വാറൊക്കെ വന്നുകൊണ്ട് ഭയങ്കര കുറേ സ്ട്രിക്റ്റുകളൊക്കെ ഉണ്ട്. അതുകൊണ്ട് നമുക്കൊരു റെസ്ട്രിക്ഷൻ ഉണ്ട്. അങ്ങനെ ഞങ്ങളുടെ ലഗേജൊക്കെ ഇട്ടിട്ടു. ആദ്യമായിട്ട് ഞങ്ങൾ ഇത്രയും ഹാപ്പി ആയിട്ടിരിക്കുന്നത്, കാരണം വെയിറ്റ് കറക്റ്റായിരുന്നു. എല്ലാം വെയിറ്റ് എല്ലാം കറക്റ്റാണ്. 1 കിലോ കൂടുതൽ കേട്ടോ, ഒന്നും പറഞ്ഞില്ല. അപ്പോൾ ഇങ്ങനെ നമുക്ക് നേരത്തെ ഇടാൻ പറ്റുന്നത് കൊണ്ട് വളരെ ഒരു ഉപകാരമായിട്ടോ. നാട്ടിലൊന്നും ഈ ഒരു സിസ്റ്റം ഇല്ല, അതുകൊണ്ട് നമുക്ക് എന്തെല്ലാം സാധനം മാറ്റി എടുക്കുക, എല്ലാം കറക്റ്റ് ചെയ്യാൻ പറ്റും. അപ്പം നമ്മളിനി നേരെ വീട്ടിൽ പോവാണ്. വീട്ടിൽ പോയിട്ട് ഇനി ഉറങ്ങണം. അപ്പം നാളെ രാവിലെ ബാക്കി വിശേഷങ്ങൾ കാണാം.